അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നത്, അള്ളാഹു ആ ലക്ഷ്യം നമ്മളിൽ നിന്നും ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. കേൾക്കുന്ന ഓരോ വാക്കുകളും എൻ്റേതെന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലും അതിമനോഹരമായി പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്ത് യൂസുഫിലെ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, അതല്ല അള്ളാഹുവിനോട് ഈ പരീക്ഷണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുന്ന നിങ്ങൾ കേട്ട സുപരിചിതമായ ഒരായത്താണിത്. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ. നാഥ, എനിക്ക് ജയിലാണ് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. ഇവരേതൊന്നിലേക്കാണോ എന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ജയിൽ തുറുങ്കുകളാണ് റബ്ബേ എന്ന് പറയുന്ന സുന്ദരനായ സുമുഖനായ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ചെറുപ്പത്തെ, യുവാവിനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയായിരിക്കണം എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നാഥ, നിന്റെ കോപത്തിനേക്കാളും എനിക്കിഷ്ടം ഈ കാരാഗ്രഹമാണ്, ഈ ജയിലാണ്, ഈ പ്രയാസമാണ്, ഈ തുറുങ്കാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ എനിക്കുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഉമ്മമാരാണല്ലേ. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്വപ്നം ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക നമ്മളുടെ മക്കളെ കുറിച്ചാണ് നമ്മുടെ സ്വപ്നം. എൻ്റെ സ്വപ്നത്തെക്കാളേറെ അധികം ഞാൻ താലോലിക്കുന്നത് എൻ്റെ മക്കളുടെ സ്വപ്നമാണ്. എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മക്കളെക്കുറിച്ചാണ്. അവരുടെ പഠനം, അവരുടെ സ്വപ്നം, അവരുടെ ജോലി, അവരുടെ ആരോഗ്യം. ഇതാണ് ഒരു ഉമ്മയെ, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ സ്വപ്നമാണ് നമ്മളുടെ സ്വപ്നമായിട്ട് മാറുന്നത്. ശരിക്കും നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? മക്കളുമായി ചേർത്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ നമ്മളുടെ സ്വപ്നം പറയാറുള്ളൂ. അവരെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്, ഊട്ടുന്നുണ്ട്, അവർ ഉറങ്ങുന്നത് സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നുണ്ട്, അവർ രോഗം വന്നാൽ അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടത് നമ്മൾ വാങ്ങി നൽകുന്നുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ പേരമക്കളെ കുറിച്ച് നമ്മുടെ മക്കൾ പരാതി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലാ, ഈ ഒരു ടീമിനെ കൊണ്ടുപോവുക, ഇന്നത്തെ തലമുറയെ കൊണ്ടുപോവുക, അവരെ ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച് പണിയാണ് കേട്ടുമ്മ എന്ന് നമ്മളോട് അവർ പറയും. അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, റബ്ബേ പരീക്ഷണമാണല്ലോ തമ്പുരാനെ. ഇവരുടെ ചിന്ത, ഇവർ പറയുന്നതൊക്കെയും ഒരു റൂട്ടിലേക്ക് തിരിച്ചുവിടുന്നത് വല്ലാത്ത പരീക്ഷണമാണല്ലോ നാഥ എന്ന് നമ്മൾ തീർച്ചയായും പറയുന്നവരുമായിരിക്കും. പരീക്ഷണം തന്നെയാണ്. തീർച്ചയായും മക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷണവും അലങ്കാരവുമാണ് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾക്കത് അലങ്കാരമാണെന്ന് റബ്ബ് പറഞ്ഞ അതേ ട്യൂണിൽ തന്നെ റബ്ബ് പറയുന്നുണ്ട് നിങ്ങൾക്കത് പരീക്ഷണവും കൂടിയാണ്. നിങ്ങളുടെ ധനം, നിങ്ങളുടെ മക്കൾ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഇവിടെ 2 ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് കൂടിയാണ് സംസാരിക്കേണ്ടത് അല്ലേ. ആദ്യമേ എൻ്റെ ഔദ്യോഗിക കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. ഉദയമംഗലം മഹലിൻ്റെ ഈ വനിതാ സംഗമത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. 2 ജനറേഷൻ തമ്മിലുള്ള അന്തരം നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. നമ്മൾ വിചാരിക്കും അതിന് നമ്മളും ചെറുപ്പത്തിലുള്ള സമയത്ത് ഉമ്മയും ഞാനും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മളും അവരും തമ്മിൽ 15 വയസ്സിനോ 20 വയസ്സിനോ ഡിഫറൻസ് ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ മക്കൾ തമ്മിലും 20 വയസ്സിനോ 15 വയസ്സിനോ അത്രമാത്രം അല്ലേ, 10 30 വയസ്സിനോ 35 വയസ്സിനോ ആണ് ഗ്യാപ്പെങ്കിലും അവർ നമ്മളെക്കാളും അധികം ഒരു 60 വയസ്സോളം 60 വർഷത്തോളം ഗ്യാപ്പുള്ള തരത്തിലാണ്
അവരുടെ ചിന്തയും നിങ്ങളുടെ ചിന്തയും എന്നെ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണമെന്നതാണ്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾ നമ്മളുടെ സ്വപ്നമാകുമ്പോൾ അവരെ എങ്ങനെയാണ് ട്യൂൺ ചെയ്ത് കൊണ്ടുപോവേണ്ടത്. കുടുംബത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി ഇസ്ലാം മത വിശ്വാസികൾ സംസാരിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാണ്. വന്നു കയറുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി എൻ്റെ ഇണയും എൻ്റെ മക്കളും എന്നെ കാത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ആര്? ഭർത്താവ്. തീർച്ചയായും അദ്ദേഹം എൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷവും ഒരു സെക്യൂരിറ്റിയും അനുഭവപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഒരു പെണ്ണ്. ഇങ്ങനെ ഒരു കുടുംബത്തിനെ നിങ്ങൾ ഒരുക്കു കൂട്ടണമെങ്കിൽ, എവിടെയെങ്കിലും ഒരു ചെറിയ ഗിത്താർ വായിക്കുന്ന സമയത്ത് അത് അറിയാത്ത ആളാണ് വായിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ വീണ വായിക്കുന്നത് കണ്ടിട്ട് അത് പൂതി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓടക്കുഴൽ കണ്ടിട്ട് അതിങ്ങനെ വിൽക്കാൻ നടക്കുമല്ലോ, ഓടക്കുഴൽ ഇങ്ങനെ വിൽക്കാൻ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അദ്ദേഹം അതിമനോഹരമായിട്ട് അതെന്ത് ചെയ്യും, അതിലിങ്ങനെ പാട്ട് പാടും. അത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും എനിക്കെന്തായാലും വേണം. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓടക്കുഴൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം വായിക്കുന്നത് പോലെ, അദ്ദേഹം അതിൽ മധുരമായി ഈണമിടുന്നത് പോലെ എനിക്കൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. കാരണം ട്യൂൺ ഇടുമ്പോൾ അത് അപശ്രുതിയായിട്ട് മാറും. എന്താണ് പറയുന്നത്, അതിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു വരും. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കിട്ടേണ്ടുന്ന ട്രെയിനിങ് പാരൻറ്റിങ്ങിനെ കുറിച്ചാണെന്നത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഏറ്റവും കുറച്ച് നമുക്ക് കിട്ടിയ സാധനം എന്താണ്? പാരൻറ്റിങ് ആണ്, അല്ലേ? എങ്ങനെയാണ് ഒരു നല്ല ഉമ്മയാവുക ഉപ്പയാവുക എന്നതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ആണ് ഏറ്റവും കുറവായിട്ട് നമുക്ക് ലഭിച്ചത്. അതിൻ്റെ എല്ലാ കുറവും നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നെ ലൊക്കേഷൻ എങ്ങനെ എന്നെ കൂട്ടാൻ വന്ന പ്രിയപ്പെട്ട സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭർത്താവും അവർ വരുന്ന സമയത്ത് ലൊക്കേഷൻ ഇട്ടുതരാൻ പറഞ്ഞു. നമ്മൾ സാധാരണ എന്താ പറയുക, നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നത് ആ വഴി കടന്ന് ഇടത്തോട്ട്, പിന്നെ അവിടെ ചെറിയൊരു ചായപ്പിടി ഉണ്ടാവും, പിന്നെ അപ്പുറത്തേക്ക് വലത്തോട്ട് ഇങ്ങനെ തിരിക്കുക, അവിടെ ഒരു നീല പെയിൻ്റ് ഇട്ട വീടുണ്ടാവും. എത്ര കഷ്ടപ്പാടാണ് മുമ്പത്തെ കാലത്ത്, അല്ലേ? ഇന്നെന്താ പറയുക, ഉമ്മ പ്രശ്നമില്ല, ഉമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാൻ ലൊക്കേഷൻ മാപ്പ് അയച്ചിട്ടുണ്ട്, ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അതും അല്ലെങ്കിൽ കുറച്ചപ്പുറത്തെ ഇതെന്താ, അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങളൊന്ന് വീഡിയോ കോൾ ഞാൻ കാണിച്ചു തരാം. വീഡിയോ കോൾ ചെയ്താൽ തിരിയല്ല നമ്മുടെ നാട്ടിൽ അവരെവിടെയാണ് എത്തിയതെന്ന്. അപ്പോൾ നമ്മൾ പറയും ലെഫ്റ്റ്, റൈറ്റ്, കുറച്ചും കൂടെ മുമ്പോട്ട് കേട്ടോ. എത്ര ഈസിയായി കാര്യങ്ങൾ. അപ്പോൾ നമ്മളോട് പറയും എന്തിനാണമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ആ വീഡിയോ കോളൊന്ന് ഓണാക്കിയിട്ടൊന്ന് വിളിച്ചാൽ പോരെ. ആരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മുടെ പേരക്കുട്ടികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യും, എനിക്കൊന്നും അറിയില്ല കേട്ടോ ഈ ഫോണിൽ, എൻ്റെ പേരക്കുട്ടിക്ക് A to Z അറിയാം. എനിക്ക് ഫോൺ വിളിക്കുക അത് കട്ടാക്കാന്നല്ലാണ്ട് ഒരാളെ പേര് തരുതി പിടിക്കാനോ വാട്സപ്പിൽ മെസ്സേജ് വിടാനോ പിന്നെ വാട്സപ്പിൽ വോയിസ് അയക്കാൻ എനിക്ക് പറ്റും. ചിലപ്പോൾ എൻ്റെ മോളതറിയും, പിന്നെ കുറച്ച് ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും എനിക്കറിയും. അതിനപ്പുറത്തൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നവരും നമ്മളിൽ ധാരാളമായിട്ടുണ്ടാകും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളമോ നമ്മളൊന്ന് ഫോണ് കൊടുത്ത് ഇതെന്താ മോനെ സൗണ്ടൊന്നും കേൾക്കാത്ത, എന്താ നെറ്റൊന്ന് വരാത്തതെന്ന് ചോദിച്ചാൽ അവർ രണ്ട് കുത്തലായിരിക്കും. മൂന്നാമത് നമ്മളെടുത്ത് നിന്നിട്ട് പറയും ഉമ്മ റെഡിയായില്ലേ, ശരിയായില്ലേ ഉമ്മ എന്നവരും നമ്മളടുത്ത് ചോദിക്കും, അല്ലേ? അപ്പോൾ ശരിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇന്ന് അവരുടെ കൈവശമുണ്ട്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും സ്നാപ്ചാറ്റും ഒക്കെ അവരുടെ കൈകളിലുണ്ട്. അവരോടൊപ്പം നമുക്ക് പോവാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവരേത് വഴിക്കൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവരോടൊപ്പം കൂടി നിന്നുകൊണ്ട് ചിന്തിക്കുവാനെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഈ അടുത്താണ് തൊപ്പി എന്ന് പറയുന്ന, അല്ലേ, ഒരു പ്രശസ്തനായ ഒരു യൂട്യൂബർ, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ അറസ്റ്റിലാക്കിയത്. അതിന് കുറച്ച് നാൾ മുമ്പ് എൻ്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നു, ഉമ്മ മാമ നമുക്ക് തൊപ്പീൻ്റെ വീഡിയോ കാണാമല്ലോ. ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ചോദിച്ചു ആരാ തൊപ്പി, ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. വാ ഉമ്മ ഒന്ന് കണ്ടു നോക്ക്, തൊപ്പീൻ്റെ 2-3 വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അല്ലേ? അള്ളാണ മുത്ത എന്നൊക്കെ പറയുന്നത് തൊപ്പിയാണ്, പുതിയ ഡയലോഗാണ് ഉമ്മ. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ. 2-3 വീഡിയോ കണ്ടിട്ട് കിളി പോയ മൊത്തത്തിൽ ഞാൻ ചോദിച്ചു എൻ്റെ മോൻ എന്തിനാ കാണുന്നത്? ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷെ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള അറപ്പുളവാക്കുന്ന ചീത്ത എന്തിനാണ് നീ കാണുന്നത്? വേണ്ട, അത് വേണ്ട, നമുക്കത് വേണ്ട. വേറെ പിടിക്കാമല്ലോ, ഇഷ്ടംപോലെ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, അല്ലേ? നമുക്ക് വേറെ നോക്കിയാലോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾ എന്നല്ല പറയാ, ഇൻഫ്ലുവൻസർ. എന്താണ് അതിൻ്റെ അർത്ഥം? ഏറെ കൂടുതൽ സ്വാധീനിക്കുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം.
ഇത്ര ലൈക്ക് കിട്ടുന്ന ആള്, ഇത്ര ഷെയർ കിട്ടുന്ന ആള് എന്നല്ല പറയാ, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആള് എന്നാ പറയാ. ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ വർത്തമാനം, അവരുടെ നടപ്പ്, അവരുടെ വേഷം, അവരുടെ ഭക്ഷണ രീതി, അവരിങ്ങനെ സെൽഫി എടുക്കുന്നത്, പിന്നെ അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെയും എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാനും ശീലിക്കണം, എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ ലോകം അതാണ്. ആ സമയത്ത് അവർക്കാണെന്നല്ലേ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര പുതിയതാണ്. എന്ത് പറഞ്ഞാലും മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര പുതിയ ട്രെൻഡാണത്. അപ്പം നമ്മളതിങ്ങനെ നോക്കി കാണുമ്പോൾ നമ്മളോട് മക്കൾ പറയും, അമ്മ നമുക്കൊന്ന് പോകണം അമ്മ, അല്ലെങ്കിൽ ഉപ്പ നമുക്കൊന്ന് പോകണം എന്ന് പറയുന്നിടത്ത് വേണ്ട, നീ പഠിക്ക്, നിനക്ക് എക്സാമാണ്, നിനക്കിതാ നോക്ക്, ആ എക്സാമാണ് ഈ എക്സാമാണ്, ശരിയാവില്ല കേട്ടോ, ശരിയാവില്ല, നടക്കൂല, എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട്, പരിപാടികളുണ്ട്. ഒന്ന് ബീച്ച് പോലും പോയി അവരുടെ സന്തോഷം ഉൾക്കൊള്ളുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിലോ ഒരു ദിവസം നമ്മളറിയാതെ അവർ ഒരു ട്രിപ്പ് പോകും. ഇങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുവാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നുള്ള ട്രിപ്പായിരിക്കും. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇല്ല. നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു അല്ലേ, നിങ്ങൾ ഇരുന്നവരോട് സംസാരിക്കുവാൻ സാധിക്കുക എന്നതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് ശീലിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചെറിയ മക്കളാകുന്ന സമയത്ത് നമ്മളുടെ ചുറ്റിനും വന്ന് പറയും, ഉമ്മ ഉമ്മ ഈ അങ്ങനെയാ മഴ പെയ്യുന്നത്, ആകാശത്ത് നിന്ന് ആരാണ് ഇങ്ങനെ ഇടിമുട്ടുന്നത് കേൾക്കുമ്പോൾ ആരാണ് ചെണ്ട മുട്ടുന്നത്, എങ്ങനെയാണ് ഉമ്മ ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ പൂവുണ്ടാവുന്നത്, അങ്ങനെ 100,000 സംശയങ്ങളാണ്. കാക്ക എന്താണ് ഇങ്ങനെ പറക്കുന്നത്, നമുക്കെന്താ പറക്കാൻ പറ്റാത്തത്, തുടങ്ങിയ 100,000 സംശയങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ പുറകിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത്, ഒന്ന് എൻ്റെ മോനെ, ഒന്ന് പൊന്നാര മോനെ, അല്ലെങ്കിൽ ഇവിടെ 100 കൂട്ടം പണിയുണ്ടോ, ഒന്ന് പോയിട്ടിരുന്ന TV വെച്ച് കൊടുക്കുകയോ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുകയോ അവരൊരു സ്ഥലത്തേക്ക് നമ്മൾ ഒതുക്കുകയോ ചെയ്യും അല്ലേ. കുറച്ച് കാലം കഴിഞ്ഞ് വളർന്ന് വലുതായിട്ടൊരു +2 പ്രായമൊക്കെ ആകുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കും, അല്ല മോനെ നീ എന്താ മഗ്‌രിബ് കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് വരാത്തത്, ഇന്നലെ എൻ്റെ കുട്ടി എവിടേനു, ആരാ നിൻ്റെ ഫ്രണ്ട്സ്, എടാ ശരിക്കും ആരാടാ നിൻ്റെ ഫ്രണ്ട്സ്, നീ എന്താ ഇപ്പോൾ പഠനത്തിൽ കുറച്ച് ബേക്കോട്ടാന്നല്ലോ, നീ എന്താ ഉമ്മാനോട് ഇപ്പം ഒന്ന് വർത്താനം പറയുന്നത് കാണാത്തത് എന്ന് പറയുമ്പോഴേ നമ്മൾ ചോദിക്കുന്ന അതേ സ്പീഡിലേക്ക് അവർ റൂമിലേക്ക് കയറിയിട്ട്, ഉമ്മ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഉമ്മ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണ് ഉമ്മ, എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇടങ്ങാറാക്കുന്നത്. എപ്പോഴാണോ നമ്മളുടെ അടുത്തേക്ക് അവർ വന്നിട്ട് സംശയങ്ങൾ ചോദിച്ച് നമ്മളുടെ മറുപടി കാത്ത് നമ്മൾ മിണ്ടിപ്പറയണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ പിറകെ നടന്നിരുന്നത്, ആ സമയത്ത് അവരെ കേൾക്കാതിരുന്നാൽ അവർ നമ്മളോട് പറയണമെന്ന് കരുതിയിട്ട് അവരുടെ പിറകിലേക്ക് നമ്മൾ നടക്കുന്ന സമയത്തും അവരും നമ്മളെ എന്ത് ചെയ്യും, ഒതുക്കിക്കളയും. ശ്രദ്ധിക്കണത്. നിങ്ങൾ ഹൃദയം തുറന്ന് മക്കളോട് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ സ്കൂൾ വിശേഷം അവർ പറയണം. ആരൊക്കെയാണ് ആ ക്ലാസ്സിൽ സിഗരറ്റ് വലിക്കുന്ന കുട്ടികളെന്ന് 10ാം ക്ലാസ്സുകാരെ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞു തരൂ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? നമുക്കില്ലല്ലോ. ടൂർ പോയ സമയത്ത് ആരാണ് ഇത് ഉപയോഗിച്ചതെന്ന് പറയുന്ന മോനായിരിക്കണം നിങ്ങളുടെ മകൻ. അപ്പോഴാണ് അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച്, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്രമാത്രം ഞാൻ ജാഗ്രതയുണ്ടാവണമെന്ന് അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. പറഞ്ഞത് ധാരാളമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് സംസാരിക്കണം. അവർ പറയുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്റ്റാഗ്രാമിൽ ആളെക്കുറിച്ചായിരിക്കും, ആ തട്ടത്തെക്കുറിച്ചായിരിക്കും, വേഷത്തെക്കുറിച്ചായിരിക്കും, അവരുടെ വർത്തമാനങ്ങൾ പലതിനെക്കുറിച്ചുമായിരിക്കും. ഒന്നിരുന്ന് സന്തോഷത്തോടു കൂടി വിശാല മനസ്സോടുകൂടി അവരെ കേൾക്കുവാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തത്, എന്നും നെഗറ്റീവ് കൊണ്ട് നമ്മൾ അവരെന്ത് ചെയ്യരുത്, തടഞ്ഞു കളയരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് MN കാരശ്ശേരി അല്ലേ, എന്നറിയുന്ന ഇസ്ലാം വിരുദ്ധനായ മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉസ്താദ് എന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിനോട് വിരോധമുണ്ടായ മനുഷ്യനാണ് അദ്ദേഹം. എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിച്ചത് നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ? മോനെ നിസ്കരിക്കേ, ആ സുബഹി നിസ്കരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്നിരിക്കുന്ന സമയത്ത് നിൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. എങ്ങനെയാണ് കുട്ടികളടുത്ത്, ഇന്നത്തെ കാലത്തെ കുട്ടികളടുത്ത് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടി വരിക. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ.
അത് എന്നിട്ട് നീ കുറച്ച് സമയം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് വാ. നിന്റെ അന്നത്തെ ദിവസം ഏറ്റവും ഫ്രഷ്നെസ് ആയിട്ട് നിനക്ക് നിൽക്കാൻ പറ്റും. എന്തുമാത്രം അന്നത്തെ ദിവസം നിനക്ക് എത്രമാത്രം എനർജറ്റിക് ആയിരിക്കും. നമസ്കാരം എന്തിനാണെന്നറിയുമോ മോനെ? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മൗത് അമാതനാ വ ഇലൈഹിൻ നുശൂർ. നാഥ, ഒരു പുതിയ പ്രഭാതം കൂടി എനിക്ക് നൽകിയ നിനക്ക് സർവസ്തുതിയും, നിനക്കാണ് തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മനോഹരമായിരിക്കും എൻ്റെ ഒരു പകൽ. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകനെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹിജാബിട്ട ഒരു പെണ്ണിനോട് എന്താ ചോദിക്കുക? ചൂടെടുക്കുന്നില്ല പെണ്ണെ? ക്യാമ്പസിലെത്തി എന്താ ചോദിക്കുക? എന്തിനാടോ ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞ പോലെ ഇങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല അല്ലേ? ഭയങ്കര കഷ്ടമാണ് കേട്ടോ കാര്യം. നീ ഇങ്ങനെ പ്രസവിച്ചാൽ പിന്നെ പഠിക്കാനൊന്നും പോകില്ല എന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ 20-ാമത്തെ വയസ്സിലെ അല്ല 18-ാമത്തെ വയസ്സിലെ നിങ്ങളെ കല്യാണം കഴിച്ചു വിടും അല്ലേ? നിങ്ങൾക്ക് പ്രണയിക്കാനൊന്നും പാടില്ല അല്ലേ? പ്രേമിക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ ലിഫ്റ്റ് ഇടാൻ പറ്റൂല, നെയിൽ പോളിഷ് ഇടാൻ പറ്റൂല. എൻ്റെ റബ്ബേ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അല്ല റബ്ബല്ല, എൻ്റെ ദൈവമേ ഭയങ്കര കഷ്ടമാണ് കേട്ടോ നിങ്ങളെ കാര്യം. നെഗറ്റീവിൻ്റെ ഇങ്ങനെ കൂരമ്പുകൾ ഇങ്ങനെ പതിക്കുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് അവരിങ്ങനെ വരിക. റബ്ബേ ഇതല്ലെങ്കിൽ എന്തിനാണ് തട്ടിടാൻ പറഞ്ഞത്? എന്തൊരു ചൂടാണ്. ഇങ്ങനെ ചെവിയും മുടിയും കണ്ടിട്ട് ഏതാണിനാണ് ആകർഷണം ഉണ്ടായത്? ഇങ്ങനെ ചോദിക്കുക കുട്ടികൾ. എന്തിനാണ് ഞാൻ എൻ്റെ ഇങ്ങനെ ശരീരം ഇങ്ങനെ മറക്കുന്നത്? വളരെ സ്വതന്ത്രമായിട്ട് എല്ലാം പുരുഷൻ്റെ പോലെ വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ അടുക്കൽ മുടി ചെറുതായി ഒന്ന് കണ്ടതിൻ്റെ പേരിൽ ക്രൂരമായിട്ട് നമ്മൾ മർദ്ദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവരോനം പോണമാകുന്ന പ്രായമാകുമ്പോഴേക്കോ ഇസ്ലാം വിരുദ്ധർ മാത്രമല്ല നമ്മളെ തന്നെ ഒരു തീവ്രവാദി ലുക്കിലേക്ക് കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയാണെന്ന് പറയാണ്. ഈ മഹലിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. വിവാഹത്തിന് ശേഷവും പഠിക്കുന്ന ധാരാളം പെൺകുട്ടികളുള്ള മഹൽ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ? ഇന്ന് പല പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അവർ മുറിച്ചു കളയുമെന്ന് ഭയമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടോ ഒന്ന് ഇസ്ലാമിൽ? ഇല്ലാലോ. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാണ് നമ്മൾ. അപ്പോൾ അവരുടെ പഠനവും വായനയും ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ട സകല സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുന്നവരായിരിക്കണം തീർച്ചയായും നമ്മൾ. ഇല്ലേ? പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ പോയിക്കോട്ടോ. അപ്പം നമ്മളോടും പറയും ഉമ്മാക്ക് ഇന്ന പരിപാടിക്ക് പോകണം, ഉമ്മ പോയിക്കോട്ടോ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകും അല്ലേ? മോനോട് നമുക്ക് പറയാൻ സാധിക്കണം, മക്കളോട് നമുക്ക് പറയാൻ സാധിക്കണം, ഇതാ നോക്ക് കല്യാണം വേണ്ടാന്ന് ഇന്നത്തെ പല കുട്ടികളും തീരുമാനിക്കുന്നത്. പിന്നെന്താ? അവർ പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ചാൽ മതി. എങ്ങനെയാണ് ഇത്ര കാലം അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുക? പുതിയ ടെൻഡൻസിയാണത്. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുക. ഇതുവരെ എനിക്കറിയാത്ത ഒരു മനുഷ്യനുമായിട്ട് ഒരു ദിവസം ജീവിക്കാൻ തുടങ്ങാം. എന്നെ കൊണ്ട് പറ്റൂലേ? പക്ഷെ അവർക്ക് അവരുടെ കൂട്ടുകാർ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു ദിവസം പോലും വിവാഹത്തിന് മുമ്പ് പ്രണയിക്കാത്തവരാണ് എൻ്റെ ഉമ്മയും ഉപ്പയും. പക്ഷെ അവരിന്ന് പ്രണയിക്കുന്ന കണ്ടാൽ കല്യാണം കഴിക്കാൻ തോന്നിപ്പോ. പറയോ നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കള്? അവരൊരുമിച്ചിരിക്കുമ്പോൾ ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ, എവിടെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിൽ വേഗം ഇണക്ക് വേണ്ടി ഇസ്തിരി ഇട്ട് കൊടുക്കുമ്പോഴേ നീ ഇങ്ങനെ മരിച്ച് പണിയെടുക്കാണ്ട് തിന്ന് ഭക്ഷണം കഴിക്കും, നമുക്ക് ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ സഹായിക്കുന്ന, പ്രണയത്തോടുകൂടി എവിടെയെങ്കിലും പോയാൽ പ്രണയത്തോടുകൂടി സംസാരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ നോക്കിയിട്ട് വിവാഹത്തിന് ശേഷമാണല്ലോ മധുരമായ പ്രണയം, അതാണ് എൻ്റെ പേരൻസിലൂടെ ഞാൻ കണ്ടത് എന്ന് പറയുന്ന മക്കൾ നമ്മുടെ മക്കളിൽ എത്ര ആളുണ്ടാകും? അങ്ങനെ ഒരു അനുഭവം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നതും വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതല്ല പ്രണയിച്ച് കുറച്ച് നാൾ നിന്ന് ലിവിങ് ടുഗദറൊക്കെ ആയി കെമിസ്ട്രി ഒക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ കെമിസ്ട്രി ഒക്കുന്നില്ല കേട്ടോ പോവാ എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു ബന്ധമാണോ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ളത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില എത്ര ആയാലും നമുക്ക് ചില മാറ്റാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ? ന്യൂ ജനറേഷൻ കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനും അദ്ദേഹവും ജോലിക്കാരിയും ജോലിക്കാരനുമാണെങ്കിൽ ഒരുപോലെ എന്ത് ചെയ്യണം?
കുടുംബത്തിൽ, അടുക്കളയിൽ ഒരുപാട് ഷെയർ ചെയ്യാൻ പറ്റണം എന്നതാണ് ഒരു പെൺകുട്ടിയുടെ ചിന്ത. ഈ അടുത്തൊരു രസകരമായൊരു കഥ കണ്ടു. കഥയല്ല, ഒരു രസം. അതിൽ പിന്നെ ഒരു വീട്ടുകാരി അപ്പുറത്തെ വീട്ടുകാരിയോട് സംസാരിക്കുക. ഇത് പറയണത്, എങ്ങനെയുണ്ട് മോളെ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, എങ്ങനെയുണ്ട്, ഓനെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ നല്ലൊരു മോനാട്ടോ എനിക്ക് കിട്ടിയത്. അവൾക്കിപ്പോൾ പീരീഡ്സിൻ്റെ സമയമാണ്. സാധാരണ ഞാനില്ലെങ്കിൽ ആകെ പ്രയാസമാകുന്ന കുട്ടിയാണ്. പക്ഷെ അവനെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എണീക്കാൻ വിടുന്നില്ല ബെഡെന്ന്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വാരി കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കിഴിവെച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് വയ്യാത്ത സമയത്ത് അവളുടെ തലയ്ക്ക് കൊടുക്കും. വീട്ടിൽ അവൻ ഒരു ലീവ് എടുത്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു എനിക്ക്. കാരണം എനിക്ക് കിട്ടിയത് നല്ലൊരു മരുമകനെയാണ്. അപ്പോൾ ചോദിച്ചു, അതേ സമയത്താണ് മോൻ്റെയും കല്യാണം കഴിഞ്ഞത്. എങ്ങനെയുണ്ട് മോൻ്റെ കെട്ടിയോളം, എങ്ങനെയുണ്ട്? ഓ എനിക്ക് പറ്റൂല, എൻ്റെ മോൻ ഇങ്ങനെ ഒരു പെൺകോന്തനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ആവുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഓൾക്ക് ഈയടുത്ത് പീരീഡ്സാണ്. ഓനെന്താ ചെയ്യുന്നതെന്ന് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്നേ വരെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദക്ക് എടുത്തു തരാത്തവനാണ്. ഓളെടുത്തുനിന്ന് മാറുന്നില്ല, വെള്ളം കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, കിഴിവെച്ച് കൊടുക്കുന്നുണ്ട്. ആരെക്കുറിച്ചിട്ടാണ്? മോനെക്കുറിച്ചിട്ടുള്ള പരാതിയാണ്, പെൺകോന്തനെന്ന്. എന്നാൽ എൻ്റെ മകൾ അങ്ങനെ ഒരു മരുമകനെ കൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ തന്നെ മകൻ അങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്തുകൊണ്ടായിരിക്കാം പെൺകോന്തനെന്ന് നമ്മൾ അവനെ പറയുന്നത്? ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മാതൃകകളുണ്ട്. ആ മാതൃകയെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മക്കൾക്ക്, ആൺമക്കൾക്കും പെൺമക്കൾക്കും പറഞ്ഞു കൊടുക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന സമയത്തും എങ്ങനെയാണ് തൻ്റെ പ്രവാചകൻ തൻ്റെ ഇണകളെ ഏറ്റവും പ്രിയത്തോടുകൂടി ചേർത്ത് പിടിച്ചതെന്ന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ നല്ല ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ സ്നേഹം നമ്മുടെ മക്കളിൽ ഊട്ടി ഉറപ്പിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്, അല്ലേ? തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ ഒന്ന് മനോഹരമായിട്ടൊന്ന് ചിരിച്ചാൽ അത് നീ ചെയ്യുന്ന സ്വതക്കയാണെന്ന് പറയുന്നത് വേറെ എവിടെയാന്ന് പറയുന്നത്? നിന്റെ കൂട്ടുകാരിക്ക്, സഹോദരിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണത്. അവൾ വീട്ടിൽ പല പ്രയാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പല എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, വേറെ പല പ്രശ്നങ്ങളും, വീട്ടു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് നീ ചിരിച്ചോണ്ടൊന്ന് അവളെ ആനൊക്കെ ചെയ്താൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ഒന്ന് മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചാൽ അവളുടെ വിഷമം മാറൂലേ കുറച്ചെങ്കിലും, ഇല്ലേ? അതൊരു മരുന്നാണ്, നീ കൊടുക്കുന്ന ഗിഫ്റ്റാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രവാചകനെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വസ്ത്രത്തെക്കുറിച്ച്, അല്ലേ? എന്തിനാണമ്മ ഇങ്ങനെ വസ്ത്രം ഇടുന്നത് എന്ന് ചോദിക്കുന്ന മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന മറുപടി, നീ പഠിക്കേണ്ടവളാണ്, നന്നായി വായിക്കണം, എൻ്റെ കുട്ടി പഠിക്കണം, നല്ല കാര്യങ്ങൾ, രാഷ്ട്രീയ ബോധം ഉണ്ടാവണം, ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കണം, നന്നായിട്ട് നീ എഴുതണം. നിൻ്റെ കഴിവുണ്ടല്ലോ, ചിത്രം വരക്കാനുള്ള കഴിവ്, കാലിഗ്രഫിയിലുള്ള കഴിവ്, പാട്ടുപാടാനുള്ള കഴിവ്, ഇത് എൻ്റെ കുട്ടി എന്ത് ചെയ്യണം? മുന്നോട്ട് പോയിട്ട് എൻ്റെ മോള് നേടിയെടുക്കണം, മോൻ നേടിയെടുക്കണം. ആ സമയത്ത് നീ നിൻ്റെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയിട്ട് നിൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി കളയരുത്. അതെങ്ങനെയാ? ചുണ്ടിന് ഇത്ര പോരല്ല നിറം, എൻ്റെ ശരീരത്തിന് ഇത്ര ഫിറ്റ്നസ് കുറച്ച് കുറവാണ്, എൻ്റെ നടത്തത്തിൻ്റെ ആംഗിൾ കുറച്ചും കൂടെ ഒന്ന് മാറ്റണം, അല്ലേ? നീ നിൻ്റെ ശരീരത്തിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അതിൻ്റെ അഴകിനെക്കുറിച്ച്, ലാവണ്യത്തെക്കുറിച്ച്, എടുപ്പിനെക്കുറിച്ച്, വടിവിനെക്കുറിച്ച്, പുരികത്തിനെക്കുറിച്ച്, ചുണ്ടിനെക്കുറിച്ച്, മൂക്കിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്സെറ്റ് ആകുന്നതിന് പകരം മോനെ അല്ലെങ്കിൽ മോളെ, നിൻ്റെ കഴിവിനെക്കുറിച്ചും വായനയെക്കുറിച്ചും ആലോചിക്കുന്ന ഒരു നല്ല ഒരു വ്യക്തിത്വമാവാൻ നിനക്ക് സാധിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഹിജാബും നിൻ്റെ മഫ്തയും ശിരോവസ്ത്രവും ഒക്കെയും നിനക്ക് വേണ്ടിവരും. പൊതുസമൂഹത്തിൽ നിനക്ക് റെസ്പെക്റ്റ് കിട്ടുവാൻ. ഇങ്ങനെ നമ്മളൊന്ന് പ്രവാചകനെയും പ്രവാചകൻ്റെ ശിക്ഷണത്തെയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതലുള്ള പരാതി, അല്ലേ, ഫോണിലാണ് അവരുടെ മുഴുവൻ സമയം എന്നതാണ്. ഫോണ് വെച്ചിട്ടൊരു സമയമില്ല, ഫോണ് വെച്ചിട്ട് ഒരു നേരമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിൽ
അവരെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ എന്ത് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഒരുമിച്ച് ജമാഅത്ത് നമസ്കരിക്കാറുണ്ടോ? ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരുമിച്ച് കൂടിയിരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഒരു ഞായറാഴ്ച വരുന്നത്, ഈ ഞായറാഴ്ച നമുക്ക് എന്താ ചെയ്യണ്ടേ? പ്ലാനിങ് ആണല്ലോ അത്. അപ്പോൾ മോൻ പറയും, നമുക്കിന്ന് ഉമ്മ നമ്മളുടെ മുമ്പിലുള്ള കളിസ്ഥലം ഒന്ന് വൃത്തിയാക്കിയാലോ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട്. മോൻ്റെ ആഗ്രഹമാണത്. ആ ശരി, എന്നാൽ ഇൻഷാ അല്ലാ നല്ല ഫുഡൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യണം, റെഡിയാക്കണം. മോള് പറയണം, നമുക്കുമ്മ ആ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യണം. ഉപ്പ നമുക്ക് ആ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപ്പിയും വാങ്ങി വരും, നമുക്കൊന്ന് അടിപൊളിയാക്കിയാൽ. അപ്പം ഉപ്പ പറയാം, ആ പച്ചക്കറി തോട്ടവും നമുക്കൊന്ന് ഉഷാറാക്കണം അല്ലേ? അപ്പോൾ നമ്മളുടേതാണ്. ചില ആളുകളൊക്കെ പറയുന്നേക്കാം, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ എൻ്റെ വീട്, ഒരു വിചാരം വേണ്ട നിങ്ങൾക്ക്? ആരവീട് ആരവീടാണ്? എൻ്റെ വീട്. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്. നിങ്ങൾക്ക് എന്താ ഒരു ബോധമില്ലാത്തത്? നിങ്ങൾക്ക് എന്താ ഒരു ഉത്തരവാദിത്തമില്ലാത്തത്? എൻ്റെ വീട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഉണ്ടാക്കിയത്. എൻ്റെ വീടിന് ഞാൻ എത്രമാത്രം എൻ്റെ വീട് എന്ന പ്രയോഗം നിങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരിക്കൽ പോലും ആ കുട്ടിക്ക് തോന്നൂല ഇതെൻ്റെ വീടാണ്. ഇതിന് വല്ല പോറലും ഏൽക്കുമ്പോൾ എനിക്ക് വേദനിക്കൂല, അതിന് വല്ല പ്രയാസവും ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് നോവൂല. അതിങ്ങനെ മാറാലൊക്കെ കളഞ്ഞ് നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി വെക്കണമെന്ന് അവൾക്ക് തോന്നില്ല. കാരണം അവളുടെ വീടായിട്ട് അവൾക്കതൊരിക്കലും തോന്നിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായും നമ്മളുടെ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ വളരെ ഗൗരവപ്പെട്ട് വേണം നമ്മുടെ മക്കളുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലേ? ഇന്ന് ബാബരിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു പ്രതിഷ്ഠാ ദിനമാണ്. ആളുകളൊക്കെ ഇങ്ങനെ 5 മൂലയ്ക്ക് ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എൻ്റെ മക്കളുമായിട്ട് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? ഇന്ന് നമ്മുടെ മക്കളുമായിട്ട് എന്താ സംസാരിക്കേണ്ടത്? അങ്ങനെ അവരെ അടുത്തിരുത്തിതാ ഇവിടെ ഇരിക്കേ നമുക്ക് ബാബരിയുമായിട്ട് സംസാരിക്കാം എന്തൊന്നും പറഞ്ഞിട്ടല്ല. നിങ്ങൾ ഇണകൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടണം ആ സാധനം. അല്ലെങ്കിൽ നമ്മൾ വാർത്ത വെക്കുമ്പോഴും നമ്മൾ ന്യൂസ് വെക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴുമാണ് അവർക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ബുക്ക് എടുത്താൽ അവർ ബുക്ക് എടുക്കും, നമ്മൾ ഫോൺ എടുത്താൽ അവരും ഫോൺ എടുക്കും. ഉറപ്പാണ്. എന്താണ് ബാബരി എന്നത്? ഒരു സുപ്രഭാതത്തിൽ അവിടെ ഉണ്ടായിരുന്ന പള്ളി പൊളിഞ്ഞു പോയിട്ടതല്ല ബാബരി അല്ലേ? ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പള്ളി ഇല്ലാണ്ടായി. അങ്ങനെയാണോ ബാബരിയുടെ ചരിത്രം? അല്ല. അപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയം സംസാരിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ പറയും അത് രാഷ്ട്രീയമല്ലേ, അല്ലെങ്കിൽ അതൊരു മതമല്ലേ? രാഷ്ട്രീയമല്ലല്ലോ, ഒരു മതമല്ലേ അവരുടെ വിശ്വാസം. പക്ഷെ മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ബാബരി മസ്ജിദിനെ നമ്മൾ മറന്നു കളയരുത് എന്നതാണ് എൻ്റെ പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വേഗം മറവിക്ക് വിട്ടുകൊടുക്കരുത് നമ്മൾ ബാബരി മസ്ജിദിനെ. അനീതിയിൽ പ്രതിഷ്ഠിക്കുകയാണ് ഇന്നത്തെ പ്രതിഷ്ഠാദിനമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ കോടതി വിധി ഉണ്ടായില്ലേ, അത് രാമജന്മഭൂമിയാണ്, നിങ്ങൾ വിട്ടു നൽകണം എന്നതായിരുന്നോ കോടതി വിധി? കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പുരാവസ്തു ഗവേഷകർ തന്നെ പറഞ്ഞതാണ്, അവിടെ മുൻപ് രാമൻ ജനിച്ചിരുന്നതായിട്ടോ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നതായിട്ടോ ഒരു തെളിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. എങ്കിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ഇങ്ങനെ നമ്മളുടെ വേരും നമ്മളുടെ പേരും നമ്മളുടെ എല്ലാം പൗരത്വവും, നമ്മൾ ഈ ഭൂമിയുടെ അവകാശികളാണ്, ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ്, രാജ്യനിവാസികളാണ് എന്നുപോലും ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ മറവിക്ക് വിട്ടുകൊടുക്കുക, നിങ്ങളെ തൂത്തെറിയുക എന്ന് പറയുന്ന വർഗീയ രാഷ്ട്രീയം തന്നെയാണ് തീർച്ചയായും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ബാബരി എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. നാളെ അത് മധുരയിലേക്ക് പോകും, പിന്നെ അതൊരു കാശിയിലേക്ക് പോകും. ഒടുവിൽ മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യവിഭാഗം ഇവിടെ ജീവിച്ചിട്ടേയില്ല എന്ന മട്ടിൽ നമ്മുടെ ചരിത്രത്തെ തന്നെ അത് ഇല്ലാതാക്കി കളയുമെന്നതാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഉമ്മമാരായ നമ്മൾ ചില ചരിത്രങ്ങൾ നമ്മുടെ മക്കളോടുകൂടി പറഞ്ഞു കൊടുക്കണം അല്ലേ?
ഹിസ്റ്ററി ടീച്ചർമാർ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ചില ചരിത്രങ്ങളെ എങ്ങനെയാണ് വളച്ചൊടിച്ച് ഇസ്ലാമിക വിരുദ്ധമാക്കിയിട്ട് മാറ്റിയത്, മുസ്ലിം വിരുദ്ധമാക്കിയിട്ട് മാറ്റിയത് എന്ന്. അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ബാബരി മസ്ജിദിനെ അവിടെ നിന്നും മാറ്റി ഇന്ന് നടക്കുന്ന രാമക്ഷേത്രം എന്ന് പറയുന്ന പുനഃപ്രതിഷ്ഠ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് പറയാതിരിക്കുക എന്നതല്ല നമ്മൾ വേണ്ടത്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ മക്കളോട് പറയണം ഇന്ത്യയുടെ ചരിത്രം എന്തായിരുന്നു, മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ചരിത്രത്തെ നിർമ്മിക്കുന്നതിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ എന്തായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പങ്ക് എന്നത് തീർച്ചയായും നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. തീർത്തും അരാഷ്ട്രീയവാദികളായ പൊളിറ്റിക്സ് അറിയാത്ത, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത, നമ്മളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് തിരിയാത്ത ആളുകളായിട്ട് നമ്മുടെ മക്കളെ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യരുത്, മാറ്റരുത്. ഞാനിത് പറയാൻ പ്രത്യേകിച്ച് കാരണമാണ്, ഞാൻ നിർത്തുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലുള്ള പുതിയ പുതിയ മുദ്രാവാക്യങ്ങളുണ്ടല്ലേ, നമ്മുടെ പുതിയ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണത്. വരൂ നമുക്ക് മതിലുകൾ തകർക്കാം, ഒരുമിച്ചിരിക്കാം. മതിലുകൾ തകർക്കാം, ഒരുമിച്ചിരിക്കാം. സദാചാരത്തിൻ്റെ മതിലുകൾ തകരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിനെയും മുസ്ലിം മതവിശ്വാസികളെയുമാണ് അവരെന്ത് ചെയ്യുന്നത്, തീർച്ചയായും അവർ കണ്ണിങ്ങോടുകൂടി വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. അവളുടെ ഹിജാബ് മാറണം, തട്ടം മാറണം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പെണ്ണുണ്ടായിരുന്നു, വലിയൊരു ഇൻഫ്ലുവൻസർ. അവളെ ഒരിക്കൽ ഇൻ്റർവ്യൂ നൽകിയ സമയത്ത് അവൾ പറഞ്ഞു, ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല, കാരണം നെയിൽ പോളിഷ് എൻ്റെ നമസ്കാരത്തെ ബാധിക്കും. എല്ലാവരും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു, ഭയങ്കരമായിട്ട് കമൻ്റൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷെയറൊക്കെ ചെയ്തു, അവളെ എല്ലാവരും ആഘോഷിച്ചു. ഈ അടുത്ത് ആ പെണ്ണിൻ്റെ ഒരു റീലിറങ്ങി, ഞാൻ മറ്റുള്ളവർ കേട്ടാണ് ഇത്ര കാലവും ജീവിച്ചത്, ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷത്തിനനുസരിച്ച് ജീവിക്കണമെന്നായിരുന്നു ആ പുതിയ റീല്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേമസ് ആകുന്നതോടുകൂടി നിങ്ങളുടെ തട്ടം മാറ്റണമെന്ന് പറയുന്ന ഒരു സാമൂഹിക അവസ്ഥയിലേക്കാണ്. നിങ്ങൾ പുരോഗമിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ തട്ടവും ഹിജാബും മാറണമെന്ന് പറയുന്ന സാമൂഹിക അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ പൾസറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് തന്നെ എത്ര മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. എന്താണ് സ്ത്രീധനം? വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മഹറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏത് സമുദായത്തിൻ്റെ കൺസെപ്റ്റിലാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് മഹർ എന്ന കൺസെപ്റ്റ് ഉള്ളത്? നിനക്കിഷ്ടമുള്ളത് നീ ചോദിച്ചു കൊള്ളുക, അത് നൽകുവാൻ പുരുഷൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമുള്ളതാണ് വിവാഹം. ഒരു കുട്ടി എന്നോട് സംശയം ചോദിച്ചു, ആണിൻ്റെ സാമ്പത്തികത്തനുസരിച്ച് മാത്രമാണ് മഹർ ചോദിക്കുന്നത്, അങ്ങനെ ഒന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞില്ല, നീ ചോദിക്കുന്ന മഹർ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളില്ല എന്നതാണ്. മറിച്ച് നീ പറയുന്ന മഹർ അദ്ദേഹം നൽകുവാൻ തയ്യാറാകുന്നതോടുകൂടിയാണ് ആ വിവാഹം സാധുവാകുന്നത് എന്ന് പറയുന്നത് കേട്ടുപോലും പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വആതുൻ നിസാ സുദഖാതിഹിന്ന നിഹല ഫഇൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഹം മരീഅ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ബാധ്യതയായി ഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മഹർ നൽകണം, വിവാഹമൂല്യം നൽകണം. ഇനി അതിൽ നിന്നും അവൾ സന്തോഷത്തോടു കൂടി വല്ലതും നിങ്ങൾക്ക് തന്നാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷിച്ചു കൊള്ളുക. അല്ലാതെ എന്തല്ല. നമ്മുടെ മക്കൾ ചില വർത്തമാനം പറയുമ്പോൾ നമ്മൾ പറയും സ്വാതന്ത്ര്യം കൂടിപ്പോയതിൻ്റെ പേരിലാണെന്നല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, വിവാഹം ചെയ്തതിൻ്റെ അന്ന് അമ്മായിയമ്മയുടെ കയ്യിൽ മുഴുവൻ പണ്ടവും പണമൊക്കെ ഏൽപ്പിച്ചാൽ അവർക്ക് ഭയങ്കര സ്നേഹം എന്നോട് ഉണ്ടാകുമെന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ കാലമല്ല ഇത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സാമൂഹിക ബോധത്തെക്കുറിച്ച്, അള്ളാഹും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെക്കുറിച്ച് ഹിക്മത്തോടുകൂടി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാലം കൂടിയാണത്. അതുകൊണ്ട് ചിലത് നമ്മൾ പഠിച്ചെടുക്കാൻ സാധിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ അവർക്കും എനിക്കും വേണം ഒരു പേജ്. എന്താണ് അവൾ കാണുന്നതെന്ന്, അവൻ എന്ത് കാണുന്നു എന്നറിയുന്നതിന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയറിനെ കൂടി നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടേണ്ടി വരും അല്ലേ. ചെറിയ UKGയിലും LKGയും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ പാഠം മാത്രം ചിലപ്പോൾ മതിയാവുന്നുണ്ടാവില്ല. TV വെച്ചിരിക്കുന്ന സമയത്ത് മോനെ നോക്ക്, നിന്റെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ഫോട്ടോ ആണല്ലോ, ടൈലറിനെ കുറിച്ചിട്ടുള്ള ഈ ഫോട്ടോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ചിലപ്പോഴേ ടൈലർ, ഡോക്ടർ, പോലീസ്മാൻ തുടങ്ങിയ ആളുകളെ
വീഡിയോകളിലൂടെ നമ്മൾ ചിലപ്പോൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായും നമ്മുടെ മുമ്പിലുള്ള ടെക്നോളജി ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും ഹൃദ്യമായി മക്കളെ ചേർത്ത് പിടിക്കുവാനും അവരിൽ സാമൂഹിക ബോധമുണ്ടാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇതിന് കുറച്ച് മെനക്കെട് ആവശ്യമാണ്, അത്യാവശ്യം ക്ഷമ ആവശ്യമാണ്, വല്ലാത്ത പ്രാർത്ഥനയും റബ്ബിനോട് നമ്മൾക്ക് ആവശ്യമായിരിക്കും. തീർച്ചയായും പ്രാർത്ഥനാപൂർവം ഒരു നല്ല മനോഹരമായ കുടുംബ സംവിധാനത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിന് സാധ്യമാവുക. അതിന് മാതാപിതാക്കളുടെ ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്ക് തീർച്ചയായും നമ്മളിൽ നിന്നുണ്ടാവണം. ചെറിയൊരു മുടിയുടെ നിഴൽ കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു വക്ത് നമസ്കാരം അവൻ നിസ്കരിക്കാൻ മറന്നു പോകുമ്പോഴേക്കും ക്രൂരമായിട്ട് ശകാരിക്കുന്നതിനും അപ്പുറത്ത് ചേർത്ത് നിർത്തി എന്തിനാണ് നമസ്കാരം, എന്താണ് പരലോകം, തീർച്ചയായും നീ അള്ളാഹുവിലേക്ക് മടങ്ങുക, മിൻ ഖബലി അയ്യത്തിയക്കുമുൽ അലാബ്, ഒരു ശിക്ഷ നിന്നിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ്, സുമ്മലാ തുൻസുറൻ, പിന്നീട് സഹായിക്കപ്പെടുകയില്ല. ആ സമയത്ത് അള്ളാഹ് എനിക്ക് വീണ്ടും ഒരു ദിവസം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന ചില മനുഷ്യരുണ്ടാവും. നഖം കടിച്ചുകൊണ്ട് പറയും, മോനെ അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഏതുപോലെ പരീക്ഷയുടെ അവസാന നിമിഷം, ഉമ്മ ആ ക്രിസ്മസ് വെക്കേഷന് കുറച്ചുകൂടി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന കുട്ടികളെ പോലെ. അതുകൊണ്ട് വീണ്ടും തിരിച്ച് ഈ ഭൂമിയിലേക്ക് നമ്മൾ തിരിച്ചു വരില്ല. അവസാന നിമിഷമാകുമ്പോൾ വിളിക്കുത്തരം നൽകേണ്ട മനുഷ്യരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയാൽ പിന്നെ മുൻപോട്ടോ പിന്നോട്ടോ ഒരടി പോലും കാൽ വെക്കുവാൻ സാധ്യമല്ലാത്ത വിധം നമ്മൾ നിസ്സഹായരായിരിക്കും. അതുകൊണ്ട് നാഥൻ്റെ മുമ്പിലെത്തുമ്പോൾ തീർച്ചയായും അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി, ഞാൻ നിന്നെ തൊട്ട് തൃപ്തിപ്പെട്ടില്ലയോ, നിങ്ങൾ എന്നെ തൊട്ടും തൃപ്തിപ്പെട്ടവരല്ലേ എന്ന് പറയുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ മുമ്പിൽ, ആ സ്വർഗത്തിൻ്റെ മുൻപിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, നാഥ എന്നിലേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ഞാൻ നിറവേറ്റിയിട്ടുണ്ട്, ഞാൻ മനുഷ്യനാണ്, പലപ്പോഴും പല പ്രയാസങ്ങളും അതിൽ സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാനതിൽ നീതി പുലർത്തുവാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്, പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് വല്ലാത്തൊരു റിസ്ക്കാണ്, പക്ഷേ തീർച്ചയായും നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നയിക്കട്ടെ എന്ന്. അതിമനോഹരമായ കുടുംബം, മക്കൾ, സ്നേഹമുള്ള മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അല്ലേ, അങ്ങേയറ്റം സ്നേഹസമ്പന്നനായ ഇണ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവരോടൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ്. അത് നമുക്ക് നാഥൻ സാധ്യമാക്കി തരട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.